അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറച്ച് അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി H-1B വിസയിൽ വരുന്ന വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകളിൽ നിന്ന് $1,00,000 ഫീസ് ഈടാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. ഈ തീരുമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പലരും അമേരിക്കൻ സ്വപ്നം പിന്തുടരുന്നവർക്ക് ഒരു വലിയ തിരിച്ചടിയായാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾ പലരും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ വിസ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിസ അഭിമുഖത്തിനെത്തിയ ഒരാളുടെ റെഡിറ്റ് പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. വളരെ സൗഹൃദപരവും എളുപ്പമുള്ളതുമായ ഒരു വിസ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പങ്കുവച്ചത്. റെഡിറ്റ് പോസ്റ്റിൽ അപേക്ഷകൻ പറഞ്ഞത് അഭിമുഖം 1 മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാണ്. വിസ ഓഫീസറുമായുള്ള സംഭാഷണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് അപേക്ഷകൻ ചോദിച്ചപ്പോൾ വിസ ഓഫീസർ ഗുഡ് മോർണിംഗ്, യുവർ പാസ്പോർട്ട് എന്ന് തിരികെ ചോദിച്ചു. തുടർന്ന് അപേക്ഷകൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും എത്ര കാലമായി ആ കമ്പനിയിൽ ഉണ്ടെന്നും ജോലി എങ്ങനെ പോകുന്നുവെന്നും ഓഫീസർ ചോദിച്ചു. 3 മാസമായി ഒരു ഫാങ് കമ്പനിയിൽ ജോലി തുടങ്ങിയെന്നും ജോലി വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അപേക്ഷകൻ മറുപടി നൽകി. തന്റെ റോൾ എന്താണെന്നും ജോലി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നും ഓഫീസർ ചോദിച്ചു. അതിന് സോഫ്റ്റ്വെയർ പ്രൊഫഷണലായാണ് ജോലി ചെയ്യുന്നതെന്ന് അപേക്ഷകൻ മറുപടി നൽകി. അതിനുശേഷം വിരലടയാളം രേഖപ്പെടുത്തി. ഈ നടപടിക്രമം വളരെ സുഗമമായി നടന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചപ്പോൾ ഓഫീസർ തമാശ രൂപേണ സംസാരിക്കുകയും ചെയ്തു. അവസാനം വിസ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ഓഫീസർ അഭിമുഖം അവസാനിപ്പിച്ചു. ഈ മുഴുവൻ നടപടിക്രമത്തിനും 1 മിനിറ്റിൽ താഴെ സമയം മാത്രമേ എടുത്തുള്ളൂ. അപേക്ഷകൻ ശ്രദ്ധിച്ചതിൽ തനിക്ക് മുന്നിലുണ്ടായിരുന്ന 1-2 പേർ B1, B2 വിസക്ക് അപേക്ഷിച്ചവരായിരുന്നു എന്നും അവരുടെ വിസകൾ നിരസിക്കപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് അപേക്ഷകൻ കൂട്ടിച്ചേർത്തത് തന്റെ വിസ സ്റ്റാറ്റസ് 16-ാം തീയതി അപ്രൂവ്ഡ് എന്നും 17-ാം തീയതി ഇഷ്യൂഡ് എന്നും മാറിയെന്നും പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. ഈ അനുഭവം കണ്ട് റെഡിറ്റ് ഉപഭോക്താക്കൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണോ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ F1 വിസയിൽ നിന്ന് H-1B വിസയിലേക്ക് മാറുന്നത് ആദ്യമായാണെന്ന് അപേക്ഷകൻ മറുപടി നൽകി. 2025 ലോട്ടറിയിൽ വിസ ലഭിച്ചോ എന്നും ഒരാൾ ചോദിച്ചു. അതിന് ഇല്ല, എൻ്റെ I-797B 2022 അപ്രൂവ്ഡ് ആയിരുന്നു. ഞാൻ 2024 F1 നിന്ന് H1ലേക്ക് മാറി എന്ന് അദ്ദേഹം പറഞ്ഞു. B1, B2 അപേക്ഷകരോട് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, എന്തിനാണ് പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് US-ൽ ആരെങ്കിലും അറിയാമോ, നിങ്ങളുടെ ബിസിനസ് എന്താണ്, നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് ഉപയോക്താവ് വിശദീകരിച്ചു. എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചപ്പോൾ 7:30 പ്രവേശിച്ചു, 8:30 പുറത്തിറങ്ങി എന്ന് മറുപടിയും ലഭിച്ചു. H-1B പ്രോഗ്രാം എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത്തരം ജോലികൾക്ക് സാധാരണയായി ഉയർന്ന വൈദഗ്ധ്യവും കുറഞ്ഞത് ഒരു ബാച്ചലർ ബിരുദമോ അതിന് തുല്യമായ യോഗ്യതയോ ആവശ്യമായി വരും. യോഗ്യരായ അമേരിക്കൻ തൊഴിലാളികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒഴിവുകൾ നികത്താൻ കമ്പനികളെ സഹായിക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. എന്നാൽ 2025 സെപ്റ്റംബർ 19 മുതൽ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ വഴി H-1B വിസകൾ നൽകുന്നതിന് $1,00,000 ഫീസ് ഉൾപ്പെടുത്താതെ വിസ നൽകുന്നത് തടഞ്ഞു. ഇത് 2025 സെപ്റ്റംബർ 21 ശേഷം USCIS-ൽ ഫയൽ ചെയ്യുന്ന അപേക്ഷകൾക്ക് മാത്രമേ ബാധകമാകൂ. ഈ പുതിയ ഫീസ് നിയമം വരുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം പങ്കുവച്ചതാണ് ഈ റെഡിറ്റ് പോസ്റ്റ്. അതിനാൽ ഈ പുതിയ നിയമം വിസ നടപടിക്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പല വിദേശ തൊഴിലാളികൾക്കും ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അമേരിക്കയിൽ ജോലി ചെയ്യാനും ജീവിതം കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ ഒരു വെല്ലുവിളിയായേക്കാം. എങ്കിലും ചിലർക്ക് ഇപ്പോഴും എളുപ്പത്തിൽ വിസ ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.